Hi students, welcome back to our physics class. Today's topic is banking of roads. കഴിഞ്ഞ വീഡിയോയിൽ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ലെവൽഡ് ആയിട്ടുള്ള ഒരു റോഡിൽ സ്കിഡിങ് ഒന്നും ഇല്ലാതെ ഒരു കാറിന് ഒരു വെഹിക്കിളിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ഫൈനലി നമുക്ക് കിട്ടിയത് V=√μ(r)g ആയിരുന്നു. ആ കേസിൽ നമ്മൾ പറഞ്ഞു സെൻട്രിപെറ്റൽ ഫോഴ്സ്, ആ കാറിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരുന്നു. ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആയിരുന്നു ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്തത്. പക്ഷേ എല്ലാ കേസുകളിലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യത്തിന് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെ സ്കിഡിങ്, വിയർ ആൻഡ് ടിയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് ഭാഗത്താണോ കർവ് അല്ലെങ്കിൽ വളവ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് റേസ് ചെയ്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം. അപ്പോൾ വളവ്, ഇപ്പോൾ നല്ലൊരു വളവ്, അതിലൂടെ ഒരു വാഹനം വരുമ്പോൾ അതിൻ്റെ സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളവ് ഏത് സൈഡിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റോഡ് കുറച്ച് റേസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയാം. To avoid skidding and wear and tear of tires of vehicles, the outer part of road is slightly raised above the inner part, so that the road is sloping towards the center of the curve. This is known as banking of road. ഇപ്പോൾ ബാങ്കിങ് ഓഫ് റോഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഒരു നെസസിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലും നമ്മൾ മാക്സിമം സ്പീഡ്, മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡിറൈവ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഡയഗ്രാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലെവൽഡ് റോഡ്. ലെവൽഡ് റോഡ് കുറച്ചൊന്ന് റേസ് ചെയ്ത്, അതായത് ഇങ്ങനെ ഇരുന്ന റോഡ് കുറച്ചൊന്ന് ഒരു ഭാഗം റേസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. ആ ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് തീറ്റയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഏത് ഭാഗമാണോ റേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഈ ഭാഗത്തായിരിക്കും കർവ്. അപ്പോൾ കാർ വരുമ്പോൾ ഇങ്ങനെ വളഞ്ഞാണ് വരുന്നത്. കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ആ കർവിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും റേസ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന റോഡ് കുറച്ചൊന്ന് ഒരു ആംഗിളിൽ റേസ് ചെയ്താണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ ആംഗിളിന് തീറ്റാന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഒരു വെഹിക്കിൾ വരികയാണ്, ഞാനിപ്പോൾ ഒരു ബോക്സ് പോലെ വരച്ചിരിക്കുന്നത് ഒരു വെഹിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സപ്പോസ് അതൊരു കാറാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. അപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും ഒരു ഒബ്ജക്റ്റിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ആയിരിക്കും. ആ വെയിറ്റ് എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ അതിൻ്റെ വെയിറ്റും മാർക്ക് ചെയ്തു. വെയിറ്റ് mg ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ആ നോർമൽ റിയാക്ഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ റോഡ് കുറച്ച് പൊന്തിയാണ് നിൽക്കുന്നത്, കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കാറും കുറച്ച് ചെരിഞ്ഞ് തന്നെയാണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ വരയ്ക്കുമ്പോൾ ആ ബോഡിക്ക് അല്ലെങ്കിൽ അപ്പോൾ ഇരിക്കുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നോർമൽ റിയാക്ഷൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് mgയുടെ നേരെ വരയ്ക്കരുത്, കുറച്ച്, അതായത് ഈ കാർ എങ്ങനെയാണോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നോർമൽ റിയാക്ഷൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനെ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ 6നെ ഞാൻ റിസോൾവ് ചെയ്യാണ്. റിസോൾവ് ചെയ്യാൻ നമുക്കറിയാം, റിസോൾവ് ചെയ്യാൻ മീൻസ് ആ 6 എന്ന് പറഞ്ഞ വെക്ടർ ഇൻക്ലൂഡഡ് ആവുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരയ്ക്കണം. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന ആളെയാണ് ഞാൻ റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആവുന്ന രീതിയിൽ ഞാനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് വരച്ചു, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരച്ചു. ഈ ആംഗിളിന്, ഈ ചെറിയ ആംഗിളിന് ഞാൻ തീറ്റാന്ന് കൊടുത്തു. ഈ ചെറിയ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ സൈഡിന് ഞാൻ എന്ത് കൊടുക്കണം? r cos തീറ്റാന്ന് കൊടുക്കണം. അഡ്ജസൻറ്റ് സൈഡിന് എപ്പോഴും നമ്മൾ കോസ് തീറ്റാന്നാണ് കൊടുക്കാറ്. അപ്പോൾ 6നെയാണ് റിസോൾവ് ചെയ്തത്, അതുകൊണ്ട് r cos തീറ്റാന്ന് കൊടുത്തു. അകലെയുള്ള ഈ കമ്പോണൻറ്റിന് ഞാൻ r sin തീറ്റാന്ന് കൊടുത്തു. അപ്പോൾ 6നെ റിസോൾവ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കി, r cos തീറ്റ ആൻഡ് r sin തീറ്റ. ദെൻ ഒരു ഫോഴ്സും കൂടി ഈ കാറിൽ ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ആ
സർഫസിന് പാരലായിട്ടായിരിക്കും. ഇപ്പം നമ്മുടെ റോഡ് ഇരിക്കുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് തന്നെയായിരിക്കും ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. നെക്സ്റ്റ് ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഈ റോഡ് വരച്ചിട്ടുണ്ട്, ആ റോഡിൻ്റെ ആ പ്ലെയിൻ അതിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെയും ഞാൻ റിസോൾവ് ചെയ്യാണ്. അപ്പോൾ ആ ഫോഴ്സ് ഉൾപ്പെടുന്ന രീതിയിൽ, ആ ഫ്രിക്ഷൻ ഫോഴ്സ് ഉൾപ്പെടുന്ന രീതിയിൽ ഞാനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വരച്ചു. ഇവിടെ വരയ്ക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും അവിടെ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് എടുക്കാം. ഒരു ആരോ മാർക്ക് അവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ചെറിയ ആംഗിളിന് ഞാൻ തീറ്റാന്ന് കൊടുത്തു, ഈ ചെറിയ ആംഗിളിന് തീറ്റാന്ന് കൊടുത്തു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തിന് എഫ് കോസ് തീറ്റ എന്ന് കൊടുത്തു. ആരെയാണോ റിസോൾവ് ചെയ്യുന്നത് അയാളുടെ പേര് ആദ്യം തന്നെ കൊടുക്കണം, എഫ് കോസ് തീറ്റ. ഇത് വേണം രണ്ടാമത്തെ കമ്പോണൻറ്റ്, ആ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഇനി ഡെറിവേഷൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പക്ഷേ ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഡെറിവേഷൻ ഈസിയാണ്. ഇപ്പോൾ ഡിറൈവ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മളെങ്ങനെയാണ് സാധാരണ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത പോലെ തന്നെയാണ് ഡെറിവേഷൻ തുടങ്ങുന്നത്. ഒരു ലൈനിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ലൈൻ നോക്കുകയാണ്. ആ ലൈനിൽ ആരൊക്കെ വരുന്നുണ്ട്, ആർ കോസ് തീറ്റ വരുന്നുണ്ട്. ആർ കോസ് തീറ്റ ഈക്വൽ ടു ഈ മുകളിലേക്ക് വരുന്ന ആർ കോസ് തീറ്റ, താഴേക്ക് ആരൊക്കെ ഉണ്ട്, 2 പേരുണ്ട്. അപ്പോൾ അതിനെ പ്ലസ് ഇട്ടിട്ട് എഴുതണം. ആരൊക്കെ 2 ആളുകൾ, എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. നമ്മൾ പ്ലസ് ഇട്ട് എഴുതി. അതായത് ഒരു ലൈനിൽ തന്നെ മുകളിലേക്കും താഴേക്കും വരുന്ന ആ കമ്പോണൻസിനെ അല്ലെങ്കിൽ ആ ആളുകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ ആർ കോസ് തീറ്റയുണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ 2 പേരുണ്ട്, എം ജി ആൻഡ് എഫ് സൈൻ തീറ്റ. അപ്പോൾ അവരുടെ സമ്മായിട്ട് വേണം എഴുതാനായിട്ട്. ദെൻ ഞാൻ എഫ് സൈൻ തീറ്റയെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് തീറ്റ കമ്പോണൻസ് ഒക്കെ ഒരു സൈഡിലാക്കാനാണ്. ആർ കോസ് തീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എഫ് സൈൻ തീറ്റ ആവും. എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. നിങ്ങൾ നന്നായിട്ട് ഇത് ഡിറൈവ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലെ ചില സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നല്ല സ്പീഡായി കഴിഞ്ഞാൽ എല്ലാ സ്റ്റെപ്പും എഴുതണമെന്നില്ല, അപ്പോൾ അത്രയും ലെങ്ത് ഉണ്ടാവില്ല. ഇനി ഈ എഫ് എന്ന് പറയുന്നത് ആരാ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, മ്യൂ ഇൻറ്റു ആർ ആണ്. മ്യൂ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഫ്രിക്ഷന് പകരമായിട്ട് നമുക്ക് എന്ത് എഴുതാം, മ്യൂ ആറിന് എഴുതാം. അതോടൊപ്പം തന്നെ ഈ മ്യൂ ആറിന് എഴുതാം. എന്നിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ എഴുതി കൊടുക്കാം. ആർ കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ 1. അപ്പം അത്രയും എഴുതി. ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 എഴുതി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന കമ്പോണൻസും ഇക്വേറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ലൈനിലുള്ള കമ്പോണൻസ് ആണ് ഇക്വേറ്റ് ചെയ്തത്. അതുപോലെ ഇനി ഈ ലൈനിലുള്ള ആളുകളെ ഇക്വേറ്റ് ചെയ്യാണ്. ഈ ലൈനിൽ ആരൊക്കെ ഉണ്ട്, ആർ സൈൻ തീറ്റ എഫ് കോസ് തീറ്റ ഉണ്ട്. ആ 2 കമ്പോണൻസ് ആണ് ഈ കാറിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ഈ 2 പേരുടെയും സം എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് ആ കർവിൻ്റെ ഭാഗത്തേക്കാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെൻറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് വെച്ചാൽ ഈ 2 പേരും ഇരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സും വരുന്നത്. ഈ 2 കമ്പോണൻസും കൂടിയാണ് ആ കാറിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവരുടെ 2 പേരുടെയും സം ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. അവർ 2 പേരും കൂടിയാണ് ആ കാറിന് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, എം വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഈ കേസിലും എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. എഫിനെ നമുക്ക് മ്യൂ ആർ എന്ന് കൊടുക്കാം. ആർ സൈൻ തീറ്റ പ്ലസ് മ്യൂ ആർ കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ എന്ന് എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ.
ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബൈ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ എഴുതാണ് r sin തീറ്റ പ്ലസ് മ്യൂ ആർ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുമ്പോൾ r കോസ് തീറ്റ മൈനസ് മ്യൂ ആർ സൈൻ തീറ്റ ഈക്വൽ ടു ഇവിടെയും ബൈ ഇട്ടിട്ട് ഇതാണ് mv² ബൈ r ബൈ mg വരുമ്പോൾ mg എവിടെ വരിക, ഡിനോമിനേറ്ററിലാണ് വരിക. m ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ഈ ടൈമിൽ ആരാ കോമൺ ആയിട്ടുള്ളത്? ഈ ടേംസിലൊക്കെ 6 കോമൺ ഉണ്ട്. ആ 6 നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ എല്ലാ ടേമിൽ നിന്നും 6 കട്ട് ചെയ്ത് കളയാം. ഇനി 6 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇക്വേഷനിൽ ത്രൂ ഔട്ട് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ മൊത്തമായിട്ട് കോസ് തീറ്റ കൊണ്ട് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യണതായിട്ടൊന്നും ഇതുണ്ട്, നമ്മളൊന്ന് നോക്കാം. ആദ്യത്തെ ടൈമിനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വരും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പോൾ അതൊന്നും എഴുതണ്ട, എഴുതുമ്പോൾ ലെങ്ത് കൂടും. ഇവിടെ ആയാലും എഫിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സ്റ്റെപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ എഫിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് 2 സ്റ്റെപ്പുകൾ ഒഴിവാക്കിയാൽ ലെങ്ത് കുറയും കേട്ടോ. അത് ചെയ്തുള്ള പ്രാക്ടീസ് വഴിയാണ് നമുക്ക് ഓരോ സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് ഇനി ഇവിടെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്തൊരു കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആവും. ഇവിടെ ബാലൻസ് ഉള്ളത് ഒരു മ്യൂ ആണ്. ആ മ്യൂ ആദ്യമേ എഴുതി ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി കോസ് തീറ്റ ഉണ്ട്. കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആവും. മ്യൂ സൈൻ തീറ്റ ഇവിടെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ത് വരും? ടാൻ തീറ്റ വരും. അപ്പോൾ മ്യൂ ഓൾറെഡി ഇവിടെ നിൽക്കുന്നുണ്ട്. മ്യൂ ടാൻ തീറ്റ ഈക്വൽ ടു v² ബൈ rg എന്ന് വന്നു. ഇനി എനിക്ക് v², അതായത് മാക്സിമം സ്പീഡാണ് വേണ്ടത്. അപ്പോൾ v² മാത്രം അവിടെ നിർത്തിയിട്ട് ഞാൻ rgയെ ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? ഞാൻ ഇവിടെ ഇതാണ് അടിയിലേരിയ കാണില്ല. അപ്പോൾ rg ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, v² അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്ത് വരും? v² ഈക്വൽ ടു rg ഇൻറ്റു ഒരു വൃത്തിയിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മ്യൂ ആദ്യം എഴുതിയിട്ടാ, കുഴപ്പമൊന്നുമില്ല അങ്ങനെ എഴുതിയാലും, മ്യൂ പ്ലസ് ടാൻ തീറ്റ ഫൈനൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്, ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് വന്നു. എന്താ ഫൈനലി കിട്ടിക്കുന്നത്? v² ഈക്വൽ ടു rg ഇൻറ്റു മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് കിട്ടി. നമുക്ക് v അല്ലേ കാണേണ്ടത്. v കാണാൻ എന്ത് ചെയ്താൽ മതി? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്താൽ, ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ നിങ്ങളെ കാണിക്കണ്ട, അറിയാൻ വേണ്ട. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ കൺഫ്യൂഷൻ വരണ്ട. v ഈക്വൽ ടു എന്ത് ചെയ്യണം? മൊത്തം റൂട്ട് കൊടുക്കണം. റൂട്ട് മ്യൂ പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും എല്ലാ തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബാങ്കിങ് ഓഫ് കർവ്. ഈ ഡെറിവേഷനോ അല്ലെങ്കിൽ 1 വേർഡോ പ്രോബ്ലോ അങ്ങനെയൊക്കെ ആയിട്ടും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്? മാക്സിമം പെർമിസിബിൾ സ്പീഡ്. ഇങ്ങനെയുള്ള ഒരു കർവ്ഡ് റോഡിൽ കൂടെ ഒരു വെഹിക്കിൾ പോയി കഴിഞ്ഞാൽ അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷനാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലെ എല്ലാ ആളുകളെയും നമുക്കറിയാം. R എന്ന് പറയുന്നത് എന്താ? റേഡിയസ്, നമ്മൾ ആ കർവിൻ്റെ റേഡിയസ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മ്യൂ എന്ന് പറയുന്നത് ഫ്രിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് മ്യൂ. തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിൾ, എത്ര റൈസ് ചെയ്തിട്ടാണ് ആ റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ മെഷർമെൻ്റാണ് തീറ്റ. അപ്പോൾ ഇതാണ് മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഒരിക്കലും ഇത് ബൈ ഹാർട്ട് ചെയ്തിട്ട് ഈ ഭാഗം മാത്രം ഡിറൈവ് ചെയ്ത് പഠിക്കരുത്. ഷുവറായിട്ടും ഇതിൻ്റെ ഡയഗ്രാം മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാലത്ത് നമുക്കത് മറക്കില്ല. എക്സാം ഹോളിൽ കയറിയാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതാ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ പ്ലസ് ആണോ മൈനസ് ആണോ കോസ് തീറ്റ ആണോ സൈൻ തീറ്റ ആണോ എന്ന് ആകെ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റഡായിട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ പഠിക്കുക. ഇനി സ്പെഷ്യൽ കേസസ് ആണ് നമ്മൾ
പറയുന്നത്. സ്പെഷ്യൽ കേസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷനിൽ തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ, തീറ്റ 0 ആണെന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, അവിടെ ബാങ്കിങ് ഒന്നും ഇല്ല. അതായത് റോഡ് റൈസ് ഒന്നും ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല, സാധാരണ പോലെ ലെവൽഡ് ആയിട്ടുള്ള ഒരു റോഡാണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിളിന് പോകാൻ പറ്റുന്ന മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്ത് വരും? തീറ്റ 0 ആണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റിയാൽ വരിക? ടാൻ, ഇവിടെ തീറ്റയുടെ പ്ലേസിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. അപ്പോൾ ടാൻ 0 എന്ന് വരും. ടാൻ 0യുടെ വാല്യൂ എത്രയാണ്? ടാൻ 0 ഈസ് 0. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ ഭാഗം 0 ആവും, ഈ ഭാഗം മൊത്തം 0 ആയി പോവും. ബാലൻസ് എന്ത് മാത്രം വരും? ഒരു മ്യൂ മാത്രം വരും. ആ ബ്രാക്കറ്റിൻ്റെ ഇൻസൈഡിൽ ആകെ ഒരു മ്യൂ മാത്രം ബാലൻസ് വരും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് വരും? മ്യൂ RG എന്ന് വരും. ഈ ഇക്വേഷൻ നമുക്ക് നല്ല കണ്ടുപരിചയമുണ്ട്. നമ്മൾ ലെവൽഡ് റോഡിൽ ഒരു കാറ് പോകുമ്പോൾ അതിന് പോസിബിൾ ആയിട്ടുള്ള പെർമിസിബിൾ സ്പീഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയിരുന്നത്? മ്യൂ RG തന്നെയല്ലേ, റൂട്ട് മ്യൂ RG തന്നെയല്ലേ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എത്തും. ആംഗിള് ഒന്നുമില്ല, അല്ലെങ്കിൽ ലെവൽഡ് റോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ എക്സ്പ്രഷൻ തന്നെ നമുക്ക് കിട്ടും. ഇനി സെക്കൻഡ് കേസാണ് മ്യൂ ഈക്വൽ ടു 0. ഇനി സെക്കൻഡ് കേസാണ് മ്യൂ ഈക്വൽ ടു 0. മ്യൂ ഈക്വൽ ടു 0 മീൻസ്, മ്യൂ എന്ന് പറയുന്നത് ഫ്രിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ്. ഫ്രിക്ഷനൊന്നുമില്ല, അല്ലെങ്കിൽ വളരെ തെന്നി കിടക്കുന്ന ഒരു റോഡാണെന്ന് വിചാരിക്കുക. വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള, പെട്ടെന്ന് തന്നലൊക്കെ വരുന്ന ഒരു റോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ എന്ത് ചെയ്യാം? നെഗ്ലക്റ്റ് ചെയ്യാം. ഫ്രിക്ഷൻ 0 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഫ്രിക്ഷൻ 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? വി മാക്സ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? ഫ്രിക്ഷൻ ഇല്ലാത്തൊരു റോഡാണെന്നുണ്ടെങ്കിൽ മ്യൂ 0 ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ RG മ്യൂ 0 ആകുമ്പോൾ ബാലൻസ് ഒരു ടാൻ തീറ്റ ഉണ്ട്. താഴെ മ്യൂ 0 ആകുമ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോയി 1 വരും. 1 വന്നാലും വേറെ മാറ്റമൊന്നും വരില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? റൂട്ട് RG ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ ഈ രണ്ട് കേസുകളും നമ്മൾ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ സ്പീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയാം കേട്ടോ. ഒപ്റ്റിമം സ്പീഡ് നമ്മൾ ആദ്യം കണ്ടെത്തിയ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരുന്നു? മാക്സിമം പെർമിസിബിൾ സ്പീഡ്. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കും. മാക്സിമം പെർമിസിബിൾ സ്പീഡിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. ഒപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് എത്തിക്കഴിഞ്ഞിട്ട് ഇതിൽ മ്യൂ 0 കൊടുത്തിട്ട് ഒരു ഇക്വേഷൻ കൂടി കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഏതാണോ പ്രോബ്ലം തരുന്നത്, ചില കേസുകളിൽ അവർ തന്നെ പ്രോബ്ലത്തിൽ പറയും ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രിക്ഷൻ നെഗ്ലക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കേസുകളിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുത്താൽ മതി? ഈ ഇക്വേഷൻ എടുത്താൽ മതി. ഇനി ലെവൽഡ് റോഡാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ അതിന് സെപ്പറേറ്റ് ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, ജനറലായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുക, അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. തീറ്റ 0 ആകുമ്പോൾ എന്ത് വ്യത്യാസം വരും? മ്യൂ 0 ആകുമ്പോൾ ഇക്വേഷൻ എന്ത് വ്യത്യാസം വരും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.